നമസ്കാരം. നമ്മൾ ഈ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില കണക്ഷൻ ഫ്ലൈറ്റിലൊക്കെ ആൾക്കാർ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്ന രാജ്യത്തെ സമയവും നമ്മൾ ചെല്ലുന്ന രാജ്യത്തെ സമയവും തമ്മിൽ സെയിം ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ സമയമാണ്. എന്നാൽ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഓരോ സ്ഥലത്തും ചിലപ്പോൾ ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് തന്നെ 2-3 സമയങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അതേപോലെ മിഡിൽ ഈസ്റ്റിൽ വ്യത്യാസമുണ്ട്. പല പല രാജ്യത്തും നമ്മുടെ ടൈം സോൺസ് അനുസരിച്ച് സമയം മാറും. എന്നാൽ ഇത് അറിയാവുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ശ്രദ്ധിക്കാതെ അറിവില്ലായ്മ കാരണമോ അല്ല ഇഗ്നോറൻസ് കാരണവും ശ്രദ്ധിക്കാതെ പോകുന്ന പല ആൾക്കാരുണ്ട്. ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ട്രാവൽ ചെയ്ത സമയത്ത് ഞാൻ കണ്ട ഒരു സംഭവം. ഞാൻ ട്രാൻസിസ്റ്റ് ചെയ്ത് വന്ന ഒരു എയർപോർട്ടിൽ നിന്ന് വേറെ കണക്ഷൻ ഫ്ലൈറ്റ് വന്നതാണ്. അപ്പോൾ ആ ടൈമിൽ അവിടെ വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വേറൊരു രാജ്യത്ത് എനിക്കൊന്നും മിഡിൽ ഈസ്റ്റിൽ ഏതൊരു രാജ്യത്തു നിന്നും കണ്ട് വന്നൊരു മനുഷ്യനാണ്. ഇയാൾ വന്ന സമയം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് 9 മണിയാണെന്ന് വെച്ചു. ഇയാൾക്ക് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് 10 മണിക്കാണുള്ളത്. ശരിക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് 9:30 ആയി. ഓൾറെഡി അരമണിക്കൂർ ലേറ്റായി. എന്നാൽ ഇയാളുടെ വാച്ചിൽ ഇയാളുടെ ഇയാൾ കയറിയ സമയത്ത് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിയോ 8:30 കണ്ടേ ആയിട്ടുള്ളൂ. കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂർ ബാക്കിലോട്ടാണ് അവിടുത്തെ സമയം. ഇയാൾ ടൈം മാറ്റാനോ അല്ലെങ്കിൽ ഈ ടൈം മാറ്റം ഉണ്ടെന്ന് ശ്രദ്ധിച്ചില്ല, അറിവില്ല. ഏതോ ഒരു തമിഴ്നാട്ടുകാരനെ കണ്ടാണ്, അയാൾക്ക് അത്രേ അറിവുള്ളൂ. ഇയാൾ വന്ന് ലാൻഡ് ചെയ്തു. ഓൾറെഡി അരമണിക്കൂർ ലേറ്റായിട്ടാണ് ലാൻഡ് ചെയ്തത്. ഇയാൾ നോക്കുമ്പോൾ സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇയാളെ എയർപോർട്ടൊക്കെ ചുമ്മാ കറങ്ങി കിടന്ന് കണ്ടു. എനിക്ക് തോന്നുന്നു ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ അങ്ങ് നിന്നു. അനൗൺസ്മെൻറ്റ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഇയാളെ അന്വേഷിച്ച് പലരും പോകുന്നുണ്ട്. വലിയ എയർപോർട്ടാണ്. ഇയാളെ കണ്ടു കിട്ടിയില്ല. ഇയാൾ വന്നെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർ കുറേ ട്രൈ ചെയ്ത ശേഷം അവർ ഫ്ലൈറ്റിൽ നിന്ന് വിട്ടു. ഇയാൾക്ക് പറ്റിയൊരു പ്രശ്നം പറഞ്ഞാൽ ഇനി അടുത്ത ദിവസമേ ഉള്ളൂ ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ കാണുന്ന ഇയാളെ അവരോട് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നുണ്ട്. എൻ്റെ ഭാഗം തെറ്റല്ല, മറ്റേ മാണെന്നൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് അങ്ങനെയല്ല, ഇത് ടൈം സോൺ തെറ്റാണ്, നിങ്ങൾ വന്ന സമയവും നിങ്ങളുടെ രാജ്യത്തെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ ഇയാൾ പൈസയുടെ ബുദ്ധിമുട്ടാണ്, ആദ്യമായിട്ടായിരിക്കും അങ്ങനെ കണക്ഷൻ്റെ ഫ്ലോ പോകുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ടൈം സോൺ വ്യത്യാസമുള്ള സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്യുന്നത്. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ കണ്ടൊരു വിഷയമാണ്. പക്ഷേ പലപ്പോഴും ഈ നല്ല ഏജൻസിയൊക്കെ ട്രാവൽ ഏജൻസിയൊക്കെ ടിക്കറ്റ് തരുമ്പോൾ നമ്മളോട് പറയും നിങ്ങൾക്ക് കണക്ഷൻ ടൈം എന്ന് പറയുന്നത് അവിടുത്തെ ടൈമാണ്. അതുപോലെ ടിക്കറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ സമയവും അല്ലെങ്കിൽ നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യേണ്ട ആ രാജ്യത്തെ സമയമാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു ജനറലൈസ് ചെയ്ത് നിങ്ങൾ കാണരുതെന്നൊക്കെ പറയും. എന്നാൽ ചില ആൾക്കാർ അവരുടെ ഇഗ്നോറൻസ് ചിലപ്പോൾ അത് വിട്ടുപോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനൊരു ആപത്ത് നമുക്കും ചിലപ്പം പറ്റാം. ചിലപ്പോൾ ഓക്കെ നമ്മൾ വാച്ച് നോക്കുമ്പോൾ ഓക്കെ നമ്മൾ കയറിയ സമയത്ത് രാജ്യത്തെ സമയം തന്നെയാണ്, കുഴപ്പമില്ല, എനിക്ക് സമയമുണ്ടെന്ന് കരുതിയിരിക്കുകയും ചെയ്യും. ഫ്ലൈറ്റ് അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും. താങ്ക് യു.